ഹലോ അസ്സാം വലൈക്കും നെഹ്ലാസിയ, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഫിഷ് തേങ്ങാപ്പാലിൽ വറ്റിച്ചത്, അല്ലെങ്കിൽ ഫിഷ് നിർവേണ എന്നൊക്കെ പറയണം. ആ ഒരു ഫിഷാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്താൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഞാൻ സീ ബ്രീമാണ് എടുത്തിട്ടുള്ളത്. അത് നോർമലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ലെമൺ ജ്യൂസും കൊണ്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഫിഷിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഫിഷ് ഒന്ന് 2 സൈഡൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 2 സൈഡും ഫ്രൈ ആയ ശേഷം ഞാൻ 2 ഫിഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫിഷ് നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത ഫിഷ് ഞാൻ മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഫിഷ് അങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് കുറച്ച് തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഫിഷ് മുങ്ങുന്ന രീതിയിൽ നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നീളത്തിൽ അരിഞ്ഞു വെച്ച കുറച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളി, 2 അല്ലി ചെറിയുള്ളി, പിന്നെ വേണ്ടത് പച്ച മാങ്ങയാണ്, അതും തക്കാളി, അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി അരിഞ്ഞിട്ട് 2-3 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് കുരുമുളകും ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ചിട്ട് വേവിക്കാം. ഞാൻ അതേപോലെ തന്നെ ആ സെയിം പാനിൽ ഫിഷ് ഫ്രൈ ചെയ്ത സെയിം പാനിൽ തന്നെ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ ഇതിൽ ചെയ്യുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക, മുങ്ങുന്ന രീതിയിലുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ട് തന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും മാങ്ങയും തക്കാളി, പിന്നെ വേണ്ടത് കുരുമുളകും ഉപ്പും ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു സൈഡ് ആകുമ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും കുക്ക് ചെയ്തെടുക്കാം. തേങ്ങാപ്പാലൊക്കെ കുറുകി വന്നിട്ടുണ്ട്, നമ്മുടെ ഫിഷ് നന്നായിട്ടൊന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്ര സിമ്പിളായിട്ടൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് തേങ്ങാപ്പാൽ വറ്റിച്ചതും അല്ലെങ്കിൽ ഫിഷ് നിർവണ എന്നൊക്കെ പറയും. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും. ഇത് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ്, ടേസ്റ്റിയാണ്. ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റുള്ള ഒരു സെമി ഗ്രേവി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടമാവുന്ന ഒരു ഫിഷ് റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം നെഹ്ല.